நான் ஆணையிட்டால் அது நடத்து விட்டால் இந்த ഏഴെനിക്ക് നല്ല ബെസ്റ്റ് പാട്ട്. ഇങ്ങനെ ആണയിട്ടാ മാത്രം പോരാ, ആണയിടുന്നൊക്കെ അങ്ങോട്ട് നടത്തി കാണിക്കണം. എന്നാലേ എന്നെ പോലത്തെ ഏഴകളൊക്കെ കണ്ണീർ കടലിലെ വിഴമാട്ടാൻ. ശരി. ആ അപ്പൊ എന്താണ് താങ്കളുടെ പ്ലാൻസ്? ചായ ഇട്ട് ഇപ്പൊ കഴിയും. എന്നിട്ട് ഞാൻ പുറത്തോട്ടൊന്ന് പോകും. എന്നിട്ട് കുറച്ചു നേരം തിരിച്ചു വരും. ഓക്കെ മിസ്റ്റർ റാം, അപ്പോ എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്തു തരാൻ പറ്റുമോ താങ്കൾക്ക്? അപ്പൊ ഈ ചായയൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയുണ്ട്, ഇത് ഞാൻ അവിടെ കൊണ്ടിട്ടേക്കാം, ഒന്ന് വാഷ് ചെയ്ത് തരുമോ? കാര്യം അറിയാമോ? ഇനി ചിന്നു എന്നെ കാണാൻ പോകുന്ന മറ്റൊരു മുഖത്തിലാണ്. ഞാനൊരു മൾട്ടി മില്യണറായിട്ടായിരിക്കും ചിന്നു മുമ്പിൽ ഇനി വരാൻ പോകുന്നത്. മൾട്ടി മില്യണർ എനിക്ക് ഈ ഒരു സഹായം കൂടെ പ്ലീസ്. എനിക്ക് ഇതൊന്നും പയ്യ ചിന്നു. എന്തൊന്നാണ് ചേട്ടാ, എനിക്ക് ഈ പിള്ളേരൊക്കെ പഠിപ്പിക്കണ്ടേ, ക്ലാസ് എടുക്കണ്ടേ? നീ മെഗാ സീരിയലിലെ അമ്മായിയമ്മമാരെ പോലെ ചായ, അത് കഴിയുമ്പോ പിന്നെ തുണി, അത് കഴിഞ്ഞ പിന്നെ ചമ്മന്തി, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്തോ ചെയ്യും? ഈ തടിയൊക്കെ ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലേ ക്ലാസ് ഒക്കെ അങ്ങോട്ട് എടുക്കണ്ടേ, പഠിപ്പിക്കണ്ടേ, പൈസ ഉണ്ടാക്കണ്ടേ? വേണം. നീ ക്ലാസ് എടുത്തു, തുണിയല്ലേ അത് ഞാൻ കഴിയും. ഇല്ല, ഞാൻ അവിടെ കൊണ്ട് ഇട്ടോളാം. തങ്കക്കുടം അങ്ങോട്ടൊന്ന് ഓർത്ത് ചെയ്താൽ മതി. ഓക്കെ. ഓഹോ, ഇവിടെ കള്ളുകൂടിയാണല്ലേ? നിങ്ങൾ വീട്ടിൽ കള്ളുകൂടി തുടങ്ങിയല്ലേ തന്തേ? വെള്ളം വിട്ടുതന്നെ ഇതാണ് പരിപാടി ഇവിടെ. നീ ഇതോടെ ഇവിടെ കള്ളുകൂടി നടത്തിയുണ്ടല്ലോ, ഞാൻ വൃത്തസാധനത്തിന് ഞാൻ കൊണ്ടുവിടും. ഞാൻ പറയുകയാണെങ്കിൽ എന്തോ ഇത്, എന്തോ ഇത്? ഇത് കട്ടൻ. കട്ടൻ കട്ടനോ? അല്ല എന്ത് ഇങ്ങോട്ട് എട്. കട്ടനാണെങ്കിൽ ഞാൻ വേറെ ചായ തരാം മുന്നേ. പെണ്ണ ഞാൻ വേറെ ചായ തരാം. അപ്പൊ ഇത് അത് തന്നെ, അത് തന്നെ ഇത്. എന്റെ ദൈവമേ, ഇനി തുടങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ. എന്തോന്ന് പറയാനാണ് ഇത്? എന്നെ ഇങ്ങനെ കിടന്ന് കൊല്ലാക്കൊല ചെയ്യുന്നു. എന്തുവാണിത്? ഇത് പിന്നെ ഇങ്ങോട്ട് എടുക്ക, ഇങ്ങോട്ട്. കള്ള് കള്ള് കള്ള്, ഇത് കള്ള് തന്നെയാണ്. എന്റെ തമ്പുരാനെ, ഇതും തുടങ്ങിയോ നിങ്ങള്? അയ്യോ ഞാനല്ല. പിന്നെ നിങ്ങൾ ആര്? പിന്നെ ഇപ്പം എനിക്ക് വയ്യ. എന്തോ പ്രശ്നം ഇവിടെ? ഒന്നുമില്ല. എന്തുവാ എന്തോ പ്രശ്നം? എന്താ കണ്ടോ, ഇതാ പ്രശ്നം. ഇതും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഓ അതാണോ? അതൊന്നും സാരമില്ല, ഞാനുങ്ങളെ കുറച്ചൊക്കെ കുടിക്കൊക്കെ ചെയ്യും, പ്രശ്നമാക്കണ്ട. എനിക്കിത് പ്രശ്നമാണ്, ഞാനിത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണം, കാണിച്ചു തരാൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായടാ ഉണ്ണി, നിന്നോട് ഞാൻ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഇനി കുടിച്ചോണ്ട് നടക്കലെന്ന്. ഇപ്പൊ കണ്ട് വീട്ടിൽ കൊണ്ട് ഇപ്പൊ പ്രശ്നമായില്ലേ? വർഷാപ്പില് കുപ്പിൽ ഇതുപോലെ സാധനം ഇരുന്ന്, അത് പെട്രോളാണോ ഓയിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജീവന്റെ അടുത്ത് കൊണ്ടു കൊടുത്തല്ലേ നോക്കടാന്ന് പറഞ്ഞത്. ഓ എടാ, നീ വേല ഒന്നും എന്നോട് പറയണ്ട കേട്ടോ. നീ നിക്കറിട്ടോണ്ട് നടക്കുന്ന കാലം പോലെ നിന്നെ എനിക്ക് നല്ലോണം അറിയാം. എന്റെ വേഷം കെട്ടൊക്കെ കൈയിരിക്കട്ടെ. ഈ പിള്ളേരെ കൂടെ നശിപ്പിക്കാനായിട്ട് നടക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, നീ ഇനി തുടർന്നോണ്ട് പോയാല് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് ചെയ്യാനാ? ഞാൻ അച്ചാച്ചന്റെ കാര്യം നോക്കിയാൽ മതി. ഈ ചെന്ന് അവിടുത്തെ ഉള്ള കാര്യം തുറന്നങ്ങ് ഉള്ള കാര്യം ഞങ്ങൾ ചെന്ന് പറഞ്ഞാലും മതിയായിരിക്കും, നന്നായിരിക്കും. ഇപ്പൊ ആകെ പുലിവാലായോടെ. നീ ചെന്ന് പറഞ്ഞേക്കടാ, പോ ഡേയ് പോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കിയിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് പഠിച്ചല്ലേ ഉള്ളൂ, ഇപ്പൊ സ്റ്റെപ്പൊക്കെ തെറ്റും, പ്രശ്നമില്ല. പക്ഷെ സ്റ്റെപ്പ് മാത്രമായി പോരുത്, കുറച്ച് നല്ല എക്സ്പ്രസീവ് ആയിട്ട് നല്ല സ്മൈൽ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യട്ടെ, മ്യൂസിക് പ്ലേ ചെയ്യട്ടെ, റെഡി ആയിക്കോളൂ. Three, start. 1, 2, 3, 4, 5, 6, 7. Say that. 1, 2, 3, 4, 5, 6, 7, 8.
2 3 4 ഓക്കെ ഇവിടെ പിടിച്ച് കറങ്ങി വന്ന് ഒരു പ്രാവശ്യം കൂടി പുറത്ത് കറങ്ങിക്ക് ഇവിടെ നിന്ന് നോക്ക് ഇങ്ങോട്ട് നോക്ക്. എടി സോറി എടി ചിന്നു, ഞാൻ നിന്റെ ഡാൻസ് ഉണ്ടെങ്കിൽ അതിലങ്ങ് ലയിച്ചു പോയി. ഇത് ലയം എന്തോന്നായി കാണിച്ചു വെച്ചേക്കുന്നത്. പാല് ഒരു കവർ 25 രൂപ, പഞ്ചസാര 1 കിലോ എത്രയാണെന്ന് അറിയാമോ? 100 രൂപ. 100 രൂപയൊന്നുമില്ല, 60 രൂപ. തേയിലക്കോ ഒരു 250 രൂപ വരും. എന്റെ ഗ്യാസ് പോയി. ഗ്യാസും പോയി. അതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടം, മൊത്തത്തിൽ നഷ്ടമാണ്. നിങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വല്ല ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചായ കൊണ്ടൊന്നുമില്ലേ. കൊള്ളാം, ചായ കൊണ്ടുവന്നത് കാണാറുണ്ട്. രാമേട്ട, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. നിങ്ങൾ എന്തായാലും ഇവിടെ പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ, കുറച്ച് നാളത്തേക്ക് അച്ഛൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പോയി ഒരു കൈത്തൊഴിലെങ്കിലും പഠിക്കാൻ പറ്റും. എന്റെ അച്ഛൻ്റെ കൂടെ? പിന്നെ അല്ലാതെ എന്റെ അച്ഛൻ്റെ കൂടെ. അയ്യേ, അതൊന്നും ശരിയാവൂല. അതെന്ത് ശരിയാവാത്ത? രാമേട്ട ഇങ്ങോട്ട് നോക്കും. നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? നമ്മുടെ ലൈഫ് ഒന്ന് നമുക്ക് സെറ്റ് ആക്കണ്ടേ രാമേട്ട? ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ഒന്ന് നോക്ക്. നല്ല കുട്ടിയായിട്ട് അച്ഛൻ്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് പോവൂ. നാളെ തൊട്ടാക്കണ എന്തിനാ? ഇന്ന് പോണം. നല്ല കാര്യങ്ങളൊന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ചെയ്യൂ. റെഡി ആവൂ. ഓ മാമ ദാ ഈ ഇരിക്കുന്ന സ്ഥലത്തോട്ടല്ലേ മാമ കൊണ്ട് കളയാന്ന് പറയണത്. വേണ്ട, മാമ 1000 രൂപ സാധനമാണ്. എന്റെ പൊന്നു മാമ, ഇങ്ങനെ ഡെയിലി 1000 രൂപയ്ക്ക് അടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലോട്ട് പോണതിന് മുമ്പേ 100 കോടി ക്ലബിൽ കയറും. ഒന്ന് വിടും. എന്റെ പൊന്നു മക്കളെ കൊണ്ട് കളയല്ലേ. എന്താണ് മാമ എന്തോ ഇത് വെച്ച് ചെയ്യാൻ പോണേ? ഞാനേ കാറിൽ പെട്രോളിന്റെ കൂടെ ഒഴിച്ച മൈലേജ് കിട്ടുമെന്ന് ഒരാൾ പറഞ്ഞു, അതിന് ഉദ്ദേശിച്ചാണ് കൊണ്ടുപോകുന്നത്. കാറിന് പെട്രോളിന്റെ കൂടെ ഇത് ഒഴിച്ചാൽ മൈലേജ് കിട്ടും. കൊള്ളാം, നല്ല നമ്പർ മാമ. മക്കളെ ഓ എന്തോ ഇല്ല, കളയുന്നില്ല. അതാ നമുക്ക് ചെടിക്ക് ഒഴിക്കാം, ഐ കൊള്ളാം. അപ്പൊ ഗായ്സ്, നിങ്ങൾ ഈ കാണുന്നതാണ് മദ്യം കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം. അപ്പൊ ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ ഒഴിച്ചാൽ മദ്യം, അപ്പൊ നല്ല വലിയ നല്ല കളറുള്ള ഒരു ഭംഗിയുള്ള കുറെ ചെടികൾ തന്നെ ഇതിൽ നിന്ന് കിട്ടും ഗായ്സ്, നല്ല പൂവൊക്കെ ഉള്ള. അപ്പൊ ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഗായ്സ്. അപ്പൊ താടിക്ക് തീ പിടിക്കാൻ ബീഡി എത്തിക്കാൻ നോക്കരുത് കേട്ടാ. വിഷമമുണ്ടോ മാമ? 1000 രൂപയാണ്. 1000 രൂപയാണ്. 1000 രൂപയല്ലേ? അപ്പൊ നേരത്തെ പൊന്നു മക്കളെ എന്നൊക്കെ വിളിച്ചോണ്ട് വന്നതാ. മക്കളെ ആ ഈ മക്കളെ എന്നുള്ള വിളി അത് സ്നേഹം ഉണ്ടായിട്ട് വിളിക്കണം, ഉള്ളിന്ന് വിളിക്കുന്നതാണ്. എങ്കിൽ മാമ ഈ പരിപാടി ഇന്നത്തോടെ നിങ്ങൾ നിർത്തിക്കോ. കാരണം മാമ കുറച്ച് നാളും കൂടെ ജീവിച്ചിരുന്ന ആർക്കും കൊള്ളാം, എനിക്കും കൊള്ളാം അല്ലേ? എനിക്കും കണ്ടോണ്ടിരിക്കാമല്ലോ മാമനെ. ആ അത്രേ ഉള്ളൂ, നമുക്കിത് അങ്ങോട്ട് വെക്കാം. ആ അതാണ് ചൊണ. ഇപ്പഴാ നീ എന്റെ മോളായത്. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്തു നോക്കണം. ഇപ്പം മാമന്റെ ഈ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നതാണ്. മലയാളികൾ പച്ച മലയാളത്തിൽ പറയും ഇതിനെ ജാളിയതാണ്. അപ്പൊ ഗൈസ്, ഇനിയും പുതുപുത്തൻ വീഡിയോസ് ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.